നമസ്കാരം, ഏവർക്കും ഇൻഫോ മീഡിയ കേരളത്തിലേക്ക് സ്വാഗതം. ഒരു മാസം മുൻപ് കിലോയ്ക്ക് 70 രൂപ കിട്ടിയ തേങ്ങ ഇന്ന് 50 രൂപയിലേക്ക് വീണു. ചില്ലറ വിപണിയിൽ 80 രൂപയായിരുന്ന തേങ്ങ ഇപ്പോൾ 60 രൂപയായി. ഇത് വെറും ഒരു വിലയിടിവല്ല, ഇത് കർഷകന്റെ ജീവിതത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. എന്താണ് ഇതിന് പിന്നിലെ കാരണം? വില ഇനിയും താഴുമോ? സർക്കാർ ഇടപെടുമോ? തേങ്ങാവിലയിൽ ഉണ്ടായ കുത്തനെ ഇടിവ്. ഒരു മാസം മുൻപ് വരെ തേങ്ങ കിലോയ്ക്ക് 65 മുതൽ 70 രൂപ വരെയായിരുന്നു. ചില്ലറ വില 80 രൂപയും. ഇന്നത്തെ അവസ്ഥ മൊത്തവില 50 മുതൽ 55 രൂപ, ചില്ലറ വില 60 മുതൽ 65 രൂപ. അതായത് കിലോയ്ക്ക് 20 രൂപയോളം കുറവുണ്ടായി. ഒരു ചെറിയ വ്യത്യാസം എന്ന് തോന്നുമെങ്കിലും നൂറുകണക്കിന് കിലോ തേങ്ങ വിൽക്കുന്ന കർഷകർക്ക് ഇത് വലിയ നഷ്ടമാണ്. എപ്പോഴാണ് സാധാരണ വില കുറയാറുള്ളത്? സാധാരണയായി ഫെബ്രുവരി മുതൽ മെയ് വരെ കേരളത്തിൽ നാളികേര ഉൽപാദനം കൂടുതലായിരിക്കും. അതിനാൽ ഈ കാലയളവിൽ വില കുറയുന്നത് സാധാരണം തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഇപ്പോഴേ വില ഇടിഞ്ഞു തുടങ്ങിയത് കർഷകർ ഇത്ര നേരത്തെ ഒരു ഇടിവ് പ്രതീക്ഷിച്ചിരുന്നില്ല. വിലയിടിവിന് പിന്നാലെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്തുകൊണ്ട് തേങ്ങാവില ഇങ്ങനെ ഇടിഞ്ഞതെന്ന് ചോദിച്ചാൽ, അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് തേങ്ങയുടെ ഒഴുക്ക്. നാളികേര മൊത്ത വ്യാപാരികൾ പറയുന്നത് തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് വൻതോതിൽ തേങ്ങ കേരളത്തിൽ എത്തുന്നു. ഇത് എന്താണ് ചെയ്യുന്നത്? മാർക്കറ്റിൽ തേങ്ങ അധികമാകുന്നു, ഡിമാൻഡ് കുറഞ്ഞു പോകുന്നു, വില താഴ്ന്നും പോകുന്നു. സപ്ലൈ കൂടുമ്പോൾ പ്രൈസ് താഴും. ഇതാണ് അടിസ്ഥാന സാമ്പത്തിക നിയമം. വെളിച്ചെണ്ണ കമ്പനികളുടെ കൊപ്ര സ്റ്റോക്ക് മറ്റൊരു പ്രധാന കാരണം കൂടിയാണ്. വൻകിട വെളിച്ചെണ്ണ ഉൽപാദക കമ്പനികൾ മുൻപ് സ്റ്റോക്ക് ചെയ്ത കൊപ്ര ഇപ്പോൾ വിറ്റഴിക്കുകയാണ്. അതിന്റെ ഫലമായി കൊപ്ര മാർക്കറ്റിൽ കൂടുതലായി വന്നു. കൊപ്ര വില താഴുകയും ചെയ്തു. അതിന്റെ നേരിട്ടുള്ള ബാധ തേങ്ങാ വിലയിൽ സംഭവിക്കുകയാണ്. കൊപ്ര വില താഴുമ്പോൾ തേങ്ങയ്ക്ക് വില പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. കർഷകന്റെ യഥാർത്ഥ പ്രശ്നം എന്താണ്? ഇവിടെ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം. കർഷകന് തേങ്ങ വിറ്റാൽ കിട്ടുന്ന പണം ലാഭമല്ല. കർഷകന്റെ ചെലവുകൾ തെങ്ങ് കയറുന്നതിനുള്ള കൂലി, തൊഴിലാളി ചെലവ്, വളം, പരിചരണം, ഗതാഗത ചെലവ്, ഇത്രയും ചെലവുകൾ എടുക്കുമ്പോൾ തന്നെ കർഷകന് വലിയ ലാഭമൊന്നുമില്ല എന്നാണ് പറയുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ കിലോയ്ക്ക് 50 രൂപ കിട്ടിയാലേ പിടിച്ചു നിൽക്കാനാകൂ. ഇപ്പോൾ 50 രൂപ പോലും കിട്ടാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. ഇവിടെ ഒരു വലിയ ചോദ്യമുണ്ട്. സർക്കാർ പ്രഖ്യാപിച്ച താങ്ങുവില എത്രയാണ്? തേങ്ങയ്ക്ക് സർക്കാർ താങ്ങുവില 34 രൂപയാണ് പ്രഖ്യാപിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് 34 രൂപയ്ക്ക് തേങ്ങ വിറ്റാൽ കർഷകൻ നഷ്ടത്തിലാകുമെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് കർഷകർ പറയുന്നത് താങ്ങുവില വർദ്ധിപ്പിക്കണം, സർക്കാർ അടിയന്തരമായി ഇതിൽ ഇടപെടണമെന്നും. വ്യാപാരികളുടെ വിലയിരുത്തൽ ഫെബ്രുവരി മെയ് കാലയളവിൽ കേരളത്തിൽ ഉൽപാദനം ഇനിയും കൂടും. അതായത് മാർക്കറ്റിൽ തേങ്ങകൾ കൂടും, വില ഇനിയും താഴാൻ സാധ്യതയുണ്ട്. സർക്കാർ ഇടപെടാതെ പോയാൽ കർഷകർ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. കർഷകന്റെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ പ്രശ്നമാണ്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ. സർക്കാർ ഇടപെടണം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? താങ്ങുവില എത്രയാക്കണം? ഈ വീഡിയോ കർഷകരിലേക്കും പൊതുജനങ്ങളിലേക്കും എത്തിക്കാൻ ഷെയർ ചെയ്തു കൊടുക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നന്ദി.